ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കോൺഗ്രസ് നേതാക്കളുമായി തേജസ്വി യാദവ് നാളെ കൂടിക്കാഴ്ച നടത്തും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയുമായി ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതായാണ് സൂചന. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ചർച്ചയിലാണ് മുന്നണികൾ. മഹാസഖ്യത്തിൽ RJD കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. RJD നേതാവ് തേജസ്വി യാദവ് നാളെ ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 135 ഇടങ്ങളിൽ RJDയും 50 മുതൽ 55 വരെ സീറ്റുകളിൽ കോൺഗ്രസും മത്സരിച്ചേക്കും. CPIML 25 സീറ്റും CPIക്കും CPIMനും 6 വീതം സീറ്റുകളുമാണ് ധാരണ. സിറ്റിംഗ് സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ CPIM കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി കൂടിക്കാഴ്ച നടത്തി. 10 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നാണ് ആവശ്യം. 40 സീറ്റുകൾ ആവശ്യപ്പെട്ട ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 26 സീറ്റുകൾ നൽകാൻ ധാരണയായതായാണ് വിവരം. വഴങ്ങാൻ തയ്യാറാകാതിരുന്ന ചിരാഗ് പസ്വാന് BJP പല വാഗ്ദാനങ്ങളും നൽകിയതായും സൂചനയുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.